ഇവിടെ 155 വക മൗലിദില് 12 എണ്ണമാണ് നമ്മുടെ സുഹൃത്തുക്കൾ അന്വേഷിച്ചത്. അതിനെക്കുറിച്ച് തന്നെ ഒരു നിജസ്ഥിതി പറയാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ലക്ഷക്കണക്കിൽ വരുന്ന മൗലിദുകളുണ്ട്. ഇതൊക്കെ പാരായണം ചെയ്യേണ്ടതാണ്, പുണ്യകരമാണ്. അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് പണ്ഡിതന്മാരായ ഒരുപാട് ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ അലവി സഖാഫി ഏറ്റവും അവസാനം പറയുന്നത് എന്താണ്? ഞങ്ങൾ സുന്നികൾ ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി എഴുതി തയ്യാറാക്കി കൊടുത്തത് വെറും 7 മാത്രമാണെന്നാണ്. വെറും 7 മാത്രമാണെന്നാണ്. ഈ ലക്ഷക്കണക്കിന് വരുന്ന മൗലിദുകളെ കുറിച്ചോ അതിന്റെ നിജസ്ഥിതിയെ കുറിച്ചോ കൃത്യമായി പറയുവാനോ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനോ സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ രൂപത്തിൽ ഒരു മൗലിദ് കിതാബുമായി ഇപ്പോൾ രംഗത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ മുഴുവൻ വീടുകളിലും ഇതുപോലുള്ള 155 അതേപോലെ തന്നെ 66 അതിലുമേറെയും 2000, 2054 ഒക്കെ വക ഏടുകളുള്ള മൗലിദ് കിതാബുകളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഒരു തീർപ്പ് പറയാൻ ഇക്കാലം എത്രയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കോ അതിന്റെ പോഷകഘടകങ്ങൾക്കോ സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? 90 വയസ്സുള്ള വല്ലിമ ഇത്രയും കാലം അത് പാരായണം ചെയ്തു. ആ വല്ലിമ പാരായണം ചെയ്ത ആ മൗലിദ് കിതാബിൽ അപകടകരമായ സംഗതികൾ ഉണ്ടെങ്കിൽ വല്ലിമ തൗബ ചെയ്ത് മടങ്ങേണ്ടതില്ലേ? ഈ കാലയളവിനുള്ളിൽ തൗബ ചെയ്യാതെ ആ വല്ലിമ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ആ വല്ലിമയുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ മതപരമായി അന്വേഷിക്കേണ്ട സംഗതിയല്ലേ? ഇത്രയും കാലം ഈ സമൂഹത്തെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഏതാണ് കൃത്യമായി പാരായണം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുക്കാതെ ഏറ്റവും അവസാനം ഒരു 7 പൊക്കി പിടിച്ചുകൊണ്ട് ഇത് മാത്രമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് എന്ന് പോലും തീർത്ത് പറയാൻ സാധിക്കാതെ അവ്യക്തമായ ഭാഷയിലാണ് ഇപ്പോഴും മറുപക്ഷം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ വല്ലപ്പുഴയിലുള്ള സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരുപാട് കാലം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വളരെ വ്യക്തമായ ചില സംശയങ്ങൾ അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. ആ സംശയം എന്താണ്? മൗലിദ് പാരായണം അത് പുണ്യകരമായ ഒരു പ്രവർത്തനമാണ്. അത് നിർവഹിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് പുണ്യം കിട്ടും. ഈ 7 അല്ലെങ്കിൽ ലക്ഷക്കണക്കായ സംഗതികളോ അല്ല. അത് ഏതൊക്കെയാണ് എന്ന് ഇതുവരെ കൃത്യമായി വിവരിച്ചു കൊടുക്കുവാൻ കേരളത്തിൽ ഇവിടുത്തെ പാരമ്പര്യം പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ സുന്നികളുണ്ട് എന്ന് ഇവിടെ പാരമ്പര്യം പറയാറുണ്ട്. ആ പാരമ്പര്യം പറയുന്ന സുന്നികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യവും കണിശവുമായി ഇന്ന മൗലിദ് പാരായണം ചെയ്താൽ പുണ്യം കിട്ടുമെന്ന് ഈ ഒരു 155-ലെ 12 കുറിച്ച് പോലും കൃത്യമായ ഒരു ധാരണ പറയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഏതൊരു പുണ്യകർമ്മത്തിലേക്കാണ് സഹോദരങ്ങളെ നിങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമീങ്ങളെ ഈ ആളുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ ഇവിടെ ചർച്ച തുടങ്ങിയപ്പോൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മൗലിദ് പാരായണം അതിന്റെ മതപരമായ വിധിയുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു. ആ മൗലിദ് പാരായണവും അതിന്റെ വിധിയുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങിയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഈ ഐക്യവേദിയുടെ ആളുകൾ അവരുടെ ഒരു നിർദ്ദേശമായി ഇരുവിഭാഗത്തിന്റെയും മുന്നിൽ വെച്ചു. കേരള നേതൃത്വത്തിൽ മുജാഹിദിനെ പ്രതികരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായി തന്നെ ഇത് നടക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ പറയുന്ന എല്ലാം അംഗീകരിച്ചു. മഗ്‌രിബ് നമസ്കാരാനന്തരം ബഹുമാനായ നിങ്ങളുടെ ഭാരവാഹി പറഞ്ഞതെന്താ? ഞങ്ങൾ യെസ് ഓർ നോ പറയും. യെസ് ഓർ നോ എന്നുള്ള ഒരു ഉത്തരം നിങ്ങൾ പറയണം എന്ന് പറയുകയും നിങ്ങൾ ഒരു വാദം വായിക്കുകയും ചെയ്തു. മറുപക്ഷം അതിനെ തിരുത്താൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെട്ടു. നിങ്ങൾ അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അവസാനം എന്ത് സംഭവിച്ചു? നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഓതുന്ന മൗലിദ് കിതാബ് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ഏതാനും ഭാഗങ്ങൾ എടുത്തു ചോദിച്ചപ്പോൾ പോലും കൃത്യമായി മറുപടി പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണുള്ളതെങ്കിൽ ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ച് ഇവിടെ കൂടിയിട്ടുള്ള എന്ന് മാത്രമല്ല മുഴുവൻ മുസ്ലിമീങ്ങൾക്കും കൃത്യമായി അത് ബോധ്യപ്പെടുന്നതാണ് എന്നാണ് മറുപക്ഷത്തെ നമുക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്.